ആ ശരി. ഹരഹരോ ഹരഹര വേലവ അറുമുക. ആ രാഗേ 20,000 രൂപയും കിട്ടുന്നു. ഭിക്ഷാടനാണെന്ന് തോന്നുന്നു. ഓട്ടോറിക്ഷയിൽ വന്നിട്ടോ? അല്ല, അതൊക്കെ ഇപ്പൊ ന്യൂ ജനറേഷൻ അല്ലേ. ഈ ക്ലീറ്റസ് ഇല്ലേ അവിടെ? ആര്? ക്ലീറ്റസ്. ക്ലീറ്റസിന്റെ ആളാണ്. അപ്പൊ പിന്നെ കുഴപ്പമില്ല, മനസ്സിലായി. ക്ലീറ്റസ് ഇവിടെ ഇല്ല. ക്ലീറ്റസും കുടുംബമായിട്ട് കുറച്ച് നേരത്തെ മുകളിലോട്ട് പോയേ ഉള്ളൂ. ഈശ്വര, കുടുംബ കോടതിയിലേക്ക് ആവുന്നതാണ്. വിറ്റ നേരാവില്ല. ഹലോ ഹലോ ഹലോ, താൻ എങ്ങോട്ടായി കയറുന്നേ? താനെന്നോ? പിന്നെ വയസ്സിന് മൂത്തവരെ അങ്ങനെ താനെന്നൊന്നും വിളിക്കരുത്. അവരോടൊരു ബഹുമാനവും ഭവ്യതൊക്കെ വേണ്ടേ? ഇവിടെ മറിക്കൂ. അല്ല, ഇവിടെ മറിക്ക്. എന്താ സംഭവം? അല്ല, ഇതെന്താ അറിയാത്ത വീട്ടിലൊക്കെ കയറിയിരിക്കണേ? അറിയാത്ത വീടോ ഇതോ? ഹരഹരോ ഹരഹര. കേട്ടോ, ഒന്ന് എണീറ്റേ. ഇതേ പിച്ചക്കറി കയറിയിരിക്കാൻ സത്രമൊന്നുമില്ല, ഇതെന്റെ വീടാ. താനെന്താ ഈ വറച്ചട്ടിയിലെ കടുക് കിടന്ന് പൊരിയണ പോലെ? ഒന്ന് ക്ഷമിക്കേ. എന്തോ ക്ഷമിക്കും, താൻ ആരാന്ന് പറ ആദ്യം. ഞാൻ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരാളാന്ന് കരുതിക്കോ. എങ്ങനെ മക്കളെ, ഇവിടുത്തെ ജീവിതമൊക്കെ സുഖാണോ? അല്ല, ഇവിടുത്തെ ജീവിത സുഖവും ദുഃഖമൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. ഈ വേണ്ടപ്പെട്ട എന്ന് പറയുമ്പോ നിനക്കറിയാമോ? എനിക്കറിയില്ല. എനിക്കറിയില്ല. പിന്നെ എങ്ങനെയാണത് വേണ്ടപ്പെട്ടനാവുന്നത്? ക്ഷമിക്കേ, എല്ലാം അറിയാൻ പറ്റും. പറയാട്ടോ. ഹരഹരോ ഹരഹര. ഒന്ന് എണീറ്റേ. ചേട്ടാ ഇറങ്ങിപ്പോ. ഒന്ന് വെളിയിറങ്ങും. വയസ്സ് ഞാൻ നോക്കില്ല, തൂക്കിയെടുത്ത് ഞാൻ വെളിയേറി. എടുത്ത ചാട്ടം നല്ലതിനല്ല. സംഭവം അറിഞ്ഞു കഴിയുമ്പോ ആകെ ചമ്മു. അവിടെ ഒതുങ്ങിയിരിക്കും. അത് അറിയുമ്പോഴേ താൻ പറ ആരാണെന്ന് പറ. പിന്നെ ഹരഹരോ ഹരഹര. എന്തോ മോളെ കുടിക്ക് അത്തിരി വെള്ളം എടുത്തേ. വെള്ളൊക്കെ എടുത്തു ചേട്ടാ, ആദ്യം പുറത്തേക്ക് ഇറങ്ങ്. അയ്യ, അതെന്ത് മര്യാദ കുട്ടിയെ? വീട്ടിലൊരാൾ വന്നാ പുറത്ത് നിർത്തിയിട്ടാ വെള്ളം കൊടുക്കുക? വിളിച്ചിരുത്തിയിട്ടല്ലേ വെള്ളം തരിക? ഹലോ, എന്റെ പൊന്നു മാമല്ല, സ്വാമിയെ, ക്ലീറ്റസിന്റെ വീട് ഇതല്ല. അതാണ്. ഇത് ഞാൻ താമസിക്കുന്ന എന്റെ വീടാണ്. അറിയാലോ. അറിയാമോ? ഓ, അത് അറിഞ്ഞിട്ടാണ് താൻ ഇവിടെ കയറിയിരിക്കുന്നത്. അല്ല, അത് ഞാന് ഹരഹരോ ഹരഹര. എന്ത് ചോദിച്ചാലും ഹര ഓരോ എണീക്കാം. ആ ക്ലീറ്റസ് പറഞ്ഞു. ഇങ്ങോട്ട് വാ. എന്താ ഒന്ന് വാടക ഇങ്ങോട്ട്. പറ്റിയടി തുള്ളിച്ചാടി അങ്ങ് നടന്നോണം, മര്യാദയ്ക്ക് നടക്കല്ലോ. എന്താ നിന്റെ ആളാണെന്ന് പറഞ്ഞിട്ട് കാവി കയ്യിലേക്ക് കൊടുത്തൊരു കിളവൻ വന്നിരിക്കണേ. അറിയാമോ നിനക്ക്? ഹലോ, ഇങ്ങോട്ടുള്ള വഴിയൊക്കെ ഓർമ്മയുണ്ടോ? കൊള്ളാം, കഷായ വേഷം കലക്കിയിട്ടുണ്ട്. കഷായമല്ല, കാഷായ വേഷം. ആ, എന്ത് കുന്തായാലും കൊള്ളാം, നന്നായിരിക്കുന്നുണ്ട്. അതെ, അമ്മയുടെ ചേട്ടൻ ഞങ്ങളുടെ അമ്മാവൻ ഓർമ്മയില്ലേ? ഏതമ്മാവൻ? അമ്മയുടെ ആങ്ങളാ. അയ്യോ 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 അമ്മാവാ, സോറി കേട്ടോ, ആളറിയാതെ പറ്റിപ്പോയതാ. സോറി അങ്കിളെ, അറിയില്ല. ഇല്ലെങ്കിലും ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. നമ്മുടെ ഈ ക്ഷണിതമായ ജീവിതത്തിലെ വൈരാഗ്യം ദേഷ്യമൊന്നും പാടില്ല. എപ്പോഴും സ്നേഹവും സൗഹൃദവും മാത്രം. വയസ്സുകാലത്ത് ഭഗവാനെ ഇങ്ങനെ പ്രാർത്ഥിക്കുക, അപ്പൊ അതിന്റെ ഗുണം കിട്ടും. സുഖായിരിക്കണല്ലോ അല്ലേ? നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. പാടാങ്ങട്. ഹരഹരോ എനിക്ക് ഹരഹര. ബന്ധുക്കളില്ലെന്നൊക്കെ പറഞ്ഞ് നീ കാണാന്ന് പറയാൻ മുതലാണ് ഇത്. കണ്ടല്ല, കൺകുളിർക്കെ കണ്ടോ? ആണ് ഒരു ഫോട്ടോ കൂടെ എടുത്ത് വെച്ചോ. ഇത് എവിടെ പോണത്? വാ തക്കിളി മോളെ. വേഷം എന്തായാലും കലക്കിയിട്ടുണ്ട് കേട്ടോ. അല്ലേ, ഈ ഞങ്ങളുടെ ക്രിസ്ത്യാനികളുടെ ഇതിലൊരു പറച്ചിലുണ്ട്, കുടുംബത്തിൽ സ്വന്തമായിട്ടൊരു അച്ഛനുണ്ടായാൽ നല്ലതാന്ന് പറയേ. അതുപോലെ നമ്മുടെ കുടുംബത്തിൽ ഒരു സന്യാസി ഉള്ളതാണ് നല്ലത് തന്നെ കേട്ടോ. അത് സ്വന്തമായിട്ടൊരു അമ്മാവൻ വന്നിട്ട് മതി കേട്ടോ. മാർക്ക് എന്താ അമ്മാവ ഉദ്ദേശം? ഈ വേഷത്തിന്റെ ഉദ്ദേശം എന്താണ്? ഇതെന്താ ഇതിങ്ങനെ പക്ഷെ ഇത് കൊള്ളാം, നന്നായിട്ട് ചേരണുണ്ട് തങ്കം. ക്ലീറ്റോ മിണ്ടാതിരുന്ന ക്ലീറ്റോ. അമ്മാവിന്റെ അടുത്ത് മാറ്റിക്കേ. എന്തിനാ? അമ്മാവനിത് എന്ത് വട്ടൊക്കെ കാണിക്കുന്നത്? സന്യസിക്കാൻ പോവാൻ ഈ പ്രായത്തില്? ഈ പ്രായത്തിലാണ് സന്യസിക്കേണ്ടത്. കുടുംബം കുട്ടികളൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് വയസ്സുകാലത്ത് ഭഗവാനിൽ അർപ്പിക്കാൻ വേണ്ടി അമ്പലങ്ങൾ മുഴുവനും പ്രാർത്ഥന ചൊല്ലിയിട്ടിരിക്കാന്ന് കരുതിയിരുന്നതാ. അതിനൊരു മനസുഖം വേണ്ടേ? അത് തരില്ല എന്ന് വെച്ചാ? ഇതിപ്പോ കനകന്റെ അവിടെ നിന്ന് എന്തോ പ്രശ്നം ഉണ്ടായി, അത് തന്നെ ചുമ്മാ ഇങ്ങോട്ട് വന്ന് എന്ത് പറ്റി? അതെന്ത് പറഞ്ഞു? കനകന വെറുതെ എന്നെ കൊണ്ട് വേഷം കെട്ടെടുപ്പിക്കരുത്. ഈ വേഷമാണ് മാറിക്കഴിഞ്ഞാലേ ഞാൻ പഴയ അഴകേശനാവും. ഓരോ കുരുത്തക്കട് ഒപ്പിച്ചിട്ട് എന്നിട്ട് പോയാ കണ്ടാ വക്കീലിനെ കണ്ടാ ഡൈവേഴ്സ് നോട്ടീസ് ഒപ്പിട്ട് കൊടുത്താ. കുടുംബമുള്ളവർക്കടാ കുടുംബത്തിന്റെ വിഷമം അറിയൂ. അതില്ലാതെ ഞാൻ കിടന്ന അലയണത്. എന്തമ്മ കാര്യം പറ, ഇത് ആരുടെ ഡൈവേഴ്സിയുടെ കാര്യം അമ്മ പറയണേ? അപ്പൊ ഇപ്പോഴല്ലേ ഇന്നലെ എന്റെ ഫോൺ ചെയ്ത് പറഞ്ഞത് അച്ഛനും അമ്മയും ഭയങ്കര തല്ലാണ്,
രണ്ടുപേരും പിരിയാൻ തീരുമാനിച്ചു. നാളെ രാവിലെ വക്കീലിനെ കാണാൻ പോകും. അപ്പൂപ്പൻ എത്രയും പെട്ടെന്ന് ഓടി വന്നു വന്നിട്ട് ഡീ, ഏ? ഇങ്ങോട്ട് വാടി. ഇങ്ങോട്ട് വാടി. എന്താ ലേറ്റ് വന്നേ? ഏറ്റേ വന്ന എന്ത്? അമ്മാവനെ എങ്ങനെ ഇവിടെ വരുത്തി കാണിച്ചു തരാന്ന് പറഞ്ഞ അവൾ ഇന്നലെ വെച്ചുവെച്ചേ. അവളെ ബുദ്ധിയായത് ഭയങ്കര സംഭവം തന്നെ കേട്ടോ. നന്റെ വിത്ത് ഇതും ചെയ്യും, അതിന്റെ അപ്പുറം ചെയ്യും. അല്ല എന്റെ യാത്ര മുടങ്ങിയല്ലോ ഭഗവാൻ. വേറെ കാര്യം നല്ല കാര്യമായിപ്പോയി. ഇത്രയും ദിവസമായിട്ട് ഞങ്ങളെ കുറിച്ചൊന്നും ഓർമ്മിച്ചില്ലല്ലോ. അത് ശരിയാ, ഇതുവരെ എന്നെ ഒന്ന് നോക്കാൻ അപ്പൂപ്പന് തോന്നിയില്ലല്ലോ. ആ കൊച്ചു എത്ര ദിവസം സ്വപ്നത്തിൽ കിടന്ന് ഞെട്ടി വിടുന്ന അപ്പുപ്പാന്നും പറഞ്ഞു. പിന്നെ പറഞ്ഞില്ലേ പാവം. ഉരുണ്ട് കളിക്കണ്ട. എല്ലാവരും കൂടിയിട്ട് ഒരു നല്ല തീർത്ഥയാത്ര പോകേണ്ടതായിരുന്നു. അത് മുടക്കി ഭഗവാൻ. ദേ, എല്ലാം നിർത്തിക്കോ. ഈ കാഷായ വേഷമൊക്കെ അഴിച്ചു വെച്ചോ. ഞങ്ങൾക്ക് ഞങ്ങളുടെ പഴയ അമ്മാവനെ വേണം. നിങ്ങൾക്ക് അമ്മാവനെ വേണം, പക്ഷെ എനിക്കൊരു മനസ്സുഖം വേണ്ടേ? ഞാൻ തീരുമാനിച്ചു. എന്തായാലും ഇന്ന് മുടങ്ങി. നാളെ തന്നെ ഞാൻ ഹിമാലയത്തിലേക്ക് പോകാം. വേറൊരു കാര്യം അമ്മ, ഞാനൊരു കാര്യം ഓർമ്മിക്കാം. ഈ എന്തായാലും തീർത്ഥയാത്രയും കാഷായൊക്കെ എല്ലാം ഉപേക്ഷിച്ച് പോകണം. ആ സ്വർണ്ണമാല അത് അങ്ങോട്ട് കൊണ്ടുപോകില്ല, അതവിടെ കയറ്റൂല. അത് അഴിച്ചും കൊടുക്കും, കൊച്ചു മോക്കാട്ട് കൊടുക്കും. എവിടെ പോവാന്ന് പറഞ്ഞേ? ഹിമാലയം. പാളയം മാർക്കറ്റ് പോലെയല്ലേ ഇതൊക്കെ ഉപേക്ഷിച്ചിട്ട് വേണം പോവാൻ. എന്തായാലും പോവല്ലേ ഒരു നല്ല കാര്യത്തിന്. നീ അതും പറയും, അതിന്റെ അപ്പുറവും പറയും. ഞാൻ തീർത്ഥാടനത്തിന് പോവേ. ഇനി എവിടെ കിടന്ന് ചത്താലും എനിക്ക് കുഴപ്പമില്ല. എന്റെ സ്വത്ത് കിട്ടുന്ന വെച്ചിട്ടല്ലേ. അത് മുഴുവനും ഞാൻ അനാഥാലയത്തിന് എഴുതി വെച്ചിട്ടാണ് തീർത്ഥാടനത്തിന് പോണത്. ഇവിടെ ഞങ്ങൾ കുറെ അനാഥകളൊക്കെ ഉള്ളതല്ലേ. അമ്മാവന് എന്ത് സ്വത്ത് എഴുതി ആർക്ക് വേണമെങ്കിലും കൊടുത്തോ. അതൊന്നും ഇവിടെ പ്രശ്നമല്ല. മര്യാദക്ക് ഈ വേഷം അഴിച്ചു വെച്ചിട്ട് പഴയ അഴകേശൻ അമ്മാവനായിട്ട് ഇവിടെ വന്നിരുന്നേ. അല്ലെങ്കിൽ ഞാൻ അമ്മേനെ ഇപ്പൊ വിളിക്കും. അപ്പൂപ്പ പ്ലീസ്. ആരെ വിളിച്ചാലും ശരി, അഴകേശനൊന്ന് തീരുമാനിച്ചു. ഹരഹരോ ഹരഹര. Alien versus Alien.